സ്ത്രീകളും കുട്ടികളും അരക്ഷിതരാണോ കേരളത്തിൽ? ഒന്നിനു പിറകെ ഒന്നായി സ്ത്രീകൾ ഇരയാക്കപ്പെടുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തൊടുന്യായങ്ങളിൽ അഭയം തേടുകയാണോ സർക്കാർ? പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന് നീതീകരണമുണ്ടോ? എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. കൊച്ചിയിലെ CA വിദ്യാർത്ഥിനി മിഷേലിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. പോലീസിന്റെ വീഴ്ച പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. ജിഷ കൊലക്കേസിൽ രഹസ്യ വിചാരണ നടത്താൻ കോടതി ഉത്തരവ്. പാലക്കാട് 2ാം ക്ലാസ്സുകാരിയെ അധ്യാപകൻ പീഡിപ്പിച്ചു. തൂക്കുസഭയുള്ള ഗോവയിലും മണിപ്പൂരിലും BJP അധികാരത്തിലേക്ക്. മനോഹർ പരീക്കർ ഗോവ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. BJPയുടെ ഭൂരിപക്ഷം ബോധ്യമായെന്ന് മണിപ്പൂർ ഗവർണർ. അരുൺ ജെയ്റ്റ്ലിക്ക് പ്രതിരോധ വകുപ്പിന്റെ അധിക ചുമതല. മൂന്നാറിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിക്കണമെന്ന് നിയമസഭാ സമിതി. ഗാർഹികേതര കെട്ടിട നിർമ്മാണങ്ങൾ നിർത്തണം. ചട്ടലംഘനം കണ്ടെത്തിയ പട്ടയഭൂമികൾ തിരിച്ചുപിടിക്കണമെന്ന മുല്ലക്കര കമ്മിറ്റിയുടെ ശുപാർശ. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം നീങ്ങി. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസം. റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ പരിശോധനയ്ക്ക് ശേഷം ഉദ്ഘാടന തീയതി നിശ്ചയിക്കും. നോട്ട് അസാധുവാക്കലിന് പിന്നാലെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ RBI നീക്കി. ബാങ്കിൽ നിന്ന് പരിധിയില്ലാതെ പണം പിൻവലിക്കാം. കള്ളപ്പണവേട്ടയുടെ കണക്കിൽ അവ്യക്തത തുടരുന്നു. എറണാകുളത്ത് CA വിദ്യാർത്ഥിനി മിഷേലിന്റെ ദുരൂഹമരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. രക്ഷിതാക്കളുടെ പരാതി സ്വീകരിക്കാൻ പോലീസ് കാലതാമസം വരുത്തിയോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. മിഷേലിന്റെ മരണത്തിൽ പോലീസ് ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കേസ് അന്വേഷണത്തിൽ പോലീസ് നിഷ്ക്രിയമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിറവം സ്വദേശിനിയും CA വിദ്യാർത്ഥിനിയുമായ മിഷേൽ ഷാജി വർഗീസിന്റെ ദുരൂഹമരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കും. നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. രക്ഷിതാക്കളുടെ പരാതി സ്വീകരിക്കുന്നതിൽ പോലീസ് കാലതാമസം വരുത്തിയോ എന്നും പരിശോധിക്കും. മിഷേൽ ഷാജി വർഗീസ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രൈംബ്രാഞ്ചിനെ അന്വേഷിപ്പിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന് പ്രത്യേക ടീം വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക ടീമിനെ തന്നെ നിശ്ചയിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പ്രത്യേക ടീമിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്ന നടപടി നമുക്കെടുക്കാം. മിഷേലിനെ കാണാതായ ദിവസം രാത്രി തന്നെ രക്ഷിതാക്കൾ പരാതിയുമായി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിയെങ്കിലും പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. SI ഇല്ലെന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈപ്പറ്റുന്നതിലും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലുമെല്ലാം പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് MLA ആരോപിച്ചു. സാർ, ഈ CCTV ദൃശ്യം ഒന്നും എടുത്ത് പോലീസാണെന്നാരും തെറ്റിദ്ധരിക്കേണ്ട. കുട്ടിയുടെ ബന്ധുക്കളെടുത്ത് പോലീസിന് കൊടുക്കാം. എന്നിട്ട് പോലും ഈ പറഞ്ഞ വിഷയങ്ങൾ പോലും പോലീസ് അന്വേഷിച്ചില്ല. സർ, ഈ പറയുന്ന വിഷയങ്ങൾ പോലും പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ല. ദുരൂഹതകളിൽ വ്യക്തത വരുത്താതെ സംഭവം ആത്മഹത്യയാക്കി മാറ്റാൻ പോലീസ് തിടുക്കം കാട്ടിയെന്നോ പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിയുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ A. റഹീം CPIM, ശ്രീമതി ലതിക സുഭാഷ് KPCC ജനറൽ സെക്രട്ടറി, ശ്രീ ജെയ്സൺ ജോസഫ് കോൺഗ്രസ് നേതാവ്, അദ്ദേഹം സ്ഥലവാസി കൂടിയാണ്, ശ്രീ ഭാഗ്യനാഥൻ ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ക്യാമ്പയിനറിൽ ഒരാളാണ്. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ച ആരംഭിക്കും. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കണ അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയത് എന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട, കീടനാശിനി തൊടിയിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മട്ടയിൽ തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയണം. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി, ഒരു നേരെയെങ്കിലും നല്ലത് കഴിക്കാലോ. കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ട് മട്ടയരി നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്ന്. ആദ്യം ശ്രീ A. റഹീം, ഈ നിയമസഭാ സമ്മേളനം ആരംഭിച്ചത് 4ാമത്തെ തവണയാണ് പ്രതിപക്ഷം സ്ത്രീ സുരക്ഷ മുൻനിർത്തി അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് വളരെ സവിശേഷമായ എന്തെങ്കിലും താല്പര്യം ആ വിഷയത്തിൽ അവർക്കുണ്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ്. കാരണം ഓരോ ദിവസവും ഒരിടത്ത് നിന്നല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട മരണങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സ്ത്രീകൾക്ക് രക്ഷയില്ലാത്ത നാടായി മാറിയോ കേരളം? അതിന് സർക്കാർ കൂടി ഉത്തരം പറയണ്ടേ? അഭിലാഷേ, പ്രതിപക്ഷം എന്ന നിലയിൽ ഇങ്ങനെയുള്ള ഉണ്ടാകുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കുന്നതൊക്കെ തന്നെ ജനാധിപത്യപരമായി നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അടിയന്തര പ്രമേയമെല്ലാം കൊണ്ടുവരികയും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നടത്തുന്ന നീക്കം ഈ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ മുഖം കൊടുക്കാമെന്നല്ലാതെ അതിൻ്റെ കാരണങ്ങൾ പരിഹരിക്കാൻ ഉതകുന്നതല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കാണണം. സാമൂഹ്യമായി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കേരളം സുരക്ഷിതമല്ലാതായി മാറുന്നു എന്നെല്ലാം പറയുന്നത് സുരക്ഷിതമല്ലാതെ മാറുന്ന സാഹചര്യത്തെ നമ്മളെല്ലാവരും ചേർന്ന് തുരത്തുകയാണ് വേണ്ടത്. അതിൽ സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യുന്നുണ്ട്. സർക്കാർ ചെയ്യുന്നില്ല എങ്കിൽ അത്തരം കാര്യങ്ങളെ
ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയും നിശിതമായ വിമർശനത്തിനും വിചാരണയ്ക്കും വിധേയമാക്കുന്നതിനും ഞങ്ങളെതിരല്ല. വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്ന വിഷയങ്ങൾ സമയബന്ധിതമായി പോലീസ് ഇടപെടുന്നു. ഇനി എവിടെയെങ്കിലും ഒരിടത്ത് പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാർ കർശനമായ നടപടിക്ക് അവിടെയാണ് പ്രശ്നം. ശ്രീ എ റഹീം, പോലീസ് സമയബന്ധിതമായി ഇടപെടുകയാണ് എന്നുള്ള വാദം ശരിയാണെങ്കിൽ സർക്കാർ ഇക്കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തുന്നു എന്ന് പറയാം. പക്ഷേ VS അച്യുതാനന്ദന് പോലും അങ്ങനെ ഒരു അഭിപ്രായമില്ല. അദ്ദേഹം വാളയാറിൽ ചെന്ന് പോലീസിനെ വിമർശിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണല്ലോ. ഇനി സ്പെസിഫിക്കായി മിഷേലിന്റെ വിഷയത്തിലേക്ക് വരൂ. അവിടെ പോലീസ് എന്താണ് ചെയ്തത്? പെൺകുട്ടിയെ കാണാനില്ല എന്ന പരാതിയുമായി മാതാപിതാക്കൾ രാത്രി 9 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇവിടെ SI ഇല്ല, പോയി നാളെ വരൂ എന്ന് പറയുകയാണ് ഉണ്ടായത്. ഒരു പെൺകുട്ടി കാണാതായി എന്ന് പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ അതിൻ്റെ മാതാപിതാക്കളോട് നിങ്ങളുടെ പരാതി ഇവിടെ എടുക്കില്ല എന്ന് പറയുന്ന പോലീസ് എന്ത് പോലീസാണ്? അഭിലാഷ് തെറ്റാണ്. അഭിലാഷ് വെറുതെ അങ്ങ് പറയുകയാണെങ്കിൽ പറഞ്ഞോ, വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നതാണ്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ GD ചാർജ് ഞാനത് പറയട്ടെ ശ്രീ അഭിലാഷ്, പറയട്ടെ. ഞാൻ വസ്തുതകൾ നിരത്തിയാണ് സംസാരിക്കുന്നത്. ഈ പറയുന്ന 5-ാം തീയതി വൈകുന്നേരം, അത് ടൈമിനെ സംബന്ധിച്ച് വ്യത്യാസം ഉണ്ടാകാം, വൈകുന്നേരം 5-ാം തീയതി വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ഇവർ പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇവർ എത്തിയതായി പരാതി കൃത്യമായി GD എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പെൺകുട്ടി കാണാതായതായി വയർലെസ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. 3, എല്ലാ സ്റ്റേഷനിലേക്കും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമതൊരു കാര്യം, ഈ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ എടുക്കാൻ വേണ്ടി കൃത്യമായി അത് ആ സൈബർ വിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും ചെയ്തു. ഈ 3 കാര്യങ്ങളും ഫാബ്രിക്കേറ്റഡായി എനിക്കൊന്ന് അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമല്ല. ഈ 3 കാര്യങ്ങളും വയർലെസ് മെസ്സേജ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വളരെ കൃത്യമായി രേഖകൾ മാറ്റാൻ കഴിയുന്നതല്ല. GD എൻട്രിങ് കൃത്യമായി എഴുതിയിട്ടുള്ള കാര്യമാണ്. 3 സൈബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതെല്ലാം കൃത്യമായി ഏതൊരാൾക്കും ക്രോസ് ചെക്കിന് വിധേയമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കേസെടുത്തത് പിറ്റേ ദിവസമാണ്. അത് അഭിലാഷ് പറയുന്നത് ശരിയായിരിക്കാം, അതിനൊന്നിയായിരിക്കും ഈ പറയുന്നത് വിമർശനം ഉയരുന്നത്. കേസെടുത്തത് പിറ്റേ ദിവസമാണ്. സാധാരണഗതിയിൽ ഇങ്ങനൊരു കേസ് വരുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ പോലീസ് സ്റ്റേഷനുകളിൽ എല്ലാ കാലത്തും വരും. പക്ഷെ അങ്ങനെ വരുന്ന കേസുകളിൽ പിന്നീട് ഒരു പക്ഷേ കുട്ടികളെ കിട്ടിയിട്ടുണ്ടാകാം. അതുകൊണ്ട് FIR എടുക്കുമ്പോൾ താമസം ഉണ്ടാകും. പക്ഷേ പറഞ്ഞ കാര്യം രാവിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജെയ്സൺ ജോസഫ് ഈ പറയുന്നത് പോലെ ഇവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം പോലീസ് വീഴ്ച വരുത്തി എന്നുള്ളതാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഉടൻ തന്നെ നടപടിക്രമങ്ങൾ, അക്കാര്യത്തിൽ തെളിവുകൾ നിരത്തി A റഹീം പറയുന്നു പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ട് എന്ന്. മിഷൽ എന്ന പെൺകുട്ടിയുടെ മരണത്തിൽ ഒന്നാം പ്രതി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ പോലീസാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇത് കേവലമായ ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഈ കുട്ടിയുടെ തിരോധാനം അല്ലെങ്കിൽ കുട്ടി ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് പിറവത്തു നിന്നും കുട്ടിയുടെ മാതാപിതാക്കൾ എറണാകുളത്ത് ഹോസ്റ്റലിലെത്തി. അവിടുത്തെ സിസ്റ്റർമാരെയും കൂട്ടി തൊട്ടടുത്തുള്ള വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവർക്ക് വ്യക്തമായ മറുപടിയില്ല. പിന്നീട് തൊട്ടടുത്ത് കസ്ബ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പിന്നീടാണ് പറയുന്നത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പോകണം. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ല, ഇപ്പോഴൊന്നും ചെയ്യാൻ കഴിയില്ല, നാളെ വരൂ എന്ന് പറഞ്ഞ് നിസ്സഹായരായി മടങ്ങുന്ന ആ മാതാപിതാക്കളെ ഈ സെൻറ്റ് തെരേസസ് ഹോസ്റ്റലിലെ സിസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെ പോയി കരൂരിലെ പള്ളിയിലെ വൈദികനെ കണ്ട് ആ വൈദികൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായി നടത്തിയ ഇടപെടൽ, ഈ പാസ്വേഡ് കണ്ടെടുത്ത് ഇത് ഓപ്പൺ ചെയ്യാൻ പിന്നെ CCTV പരിശോധിക്കാൻ അതിനുമായി ബന്ധപ്പെട്ട നോബിൾ എന്ന് പറയുന്ന ആളെ വളരെ വൈകിയാണ് ഫോണിൽ കിട്ടുന്നത്. അദ്ദേഹം കൂടി വന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഏകദേശം 6:15 കൂടി ഈ പെൺകുട്ടി പള്ളിയിൽ പോയി മടങ്ങി വരുന്ന ഇതിൻ്റെ ആ ദൃശ്യം കാണുമ്പോൾ തന്നെ അറിയാം ഒരു വിഭ്രാന്തിയും ആ കുട്ടിയുടെ മുഖത്തില്ല. ആ കുട്ടി പുറത്തിറങ്ങി നടന്ന് ആൾക്കൂട്ടത്തിന് ഇടയിൽ നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ കണ്ട് പേടിക്കുന്നു എന്ന് വേണമെങ്കിൽ സംശയിക്കപ്പെടുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട്. ഇത് ഉൾപ്പെടെ പോലീസിൻ്റെ അടുത്ത് വീണ്ടും ചെല്ലുകയാണ്. അപ്പോൾ പോലീസ് എന്താ പറയുന്നത്? ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല, നാളെ വരിക. അവസാനം പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുമ്പോൾ 6-ാം തീയതി കൊടുക്കുന്ന പരാതി 5-ാം തീയതി കൊടുക്കുന്ന പരാതി 6-ാം തീയതി ഡേറ്റ് മാറ്റണമെന്ന് പോലീസ് പറയുന്നു. വളരെ ബോധപൂർവ്വം. കാരണം 5-ാം തീയതി രാത്രിയിൽ ചെന്ന ഈ മാതാപിതാക്കളോട് ഈ കേസിൽ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യാൻ പോലീസിന് വീഴ്ച വന്നുവെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 6-ാം തീയതിയുടെ ഡേറ്റിൽ പരാതി നൽകാൻ പറയുന്നത്. അങ്ങനെ പരാതി വാങ്ങുന്നു. വീണ്ടും 8 മണിക്ക് വീണ്ടും മടങ്ങി വരാൻ പറയുന്നു. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. 6-ാം തീയതി വൈകുന്നേരം കുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെടുത്തതിന് ശേഷം നടന്ന സംഭവങ്ങൾ, കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ എറണാകുളത്ത് എത്തിച്ചേരുമ്പോൾ ഉണ്ട സംഭവം. ഒരു കാര്യം കൂടി ഉണ്ട്.
കേരളത്തെ മാത്രമല്ല തെന്നിന്ത്യയെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു സിനിമാ നടിക്കെതിരായ അതിക്രമം ഉണ്ടായ പട്ടണമാണിത്. ശരി, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ എ റഹീമിൻ്റെ തന്നെ റെസ്പോൺസ്. ശ്രീ എ റഹീം, 5/3/2017 തന്നെ ഈ പറയുന്ന മൊബൈൽ ഫോണിൻ്റെ ട്രാക്കിങ്ങും വയർലെസ് മെസ്സേജും ഒക്കെ ഉണ്ടായി എന്നാണോ താങ്കൾ പറയുന്നത്? എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് അങ്ങനെയല്ല നിയമസഭയിൽ പറഞ്ഞത്. അദ്ദേഹം 6/3/2017 പരാതി സ്വീകരിച്ചതിന് ശേഷം ഈ നടപടിക്രമങ്ങൾ അനുവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. അനൂപ് ജേക്കബ് നിയമസഭയിൽ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചിരുന്നു, KC ജോസഫും ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് പരിശോധിക്കാം, അതും പരിശോധിക്കും ക്രൈംബ്രാഞ്ച് സംഘം എന്നായിരുന്നു. 5/3/2017 തന്നെ ഈ പറയുന്ന എല്ലാ പരിശോധനകളും ഈ നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് പോലീസ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതൊരു കാര്യം, ഇത് സംബന്ധിച്ച് FIR എടുത്തതിനെ സംബന്ധിച്ചാണ് CM പറഞ്ഞത്. FIR എടുത്ത 6-നാണ്. അത് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും ആവർത്തിച്ചല്ലോ. FIR എടുത്ത 6-നാണ്. അഭിലാഷേ, ഇതിനകത്ത് എന്തിനാണ് 1-ാം പ്രതി പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നത്? ഒരു കേരളം, ഒരു കൊച്ചി പോലൊരു മഹാനഗരത്തിനൊരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കേരളത്തിന്റെ CM-നാവോ? പിന്നെ ആർക്കാണ്? ഞങ്ങളെ സംബന്ധിച്ച് പോലീസ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നു പോലീസുകാർക്കെതിരെ. രണ്ടാമത് ഈ സംഭവത്തിൽ വിവാദങ്ങൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ, കൂടുതൽ സംശയങ്ങൾ ബന്ധുക്കൾ ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിടുന്നു. ഇങ്ങനെ ആയിരുന്നോ കേരളത്തിന്റെ സമീപനം? ഇപ്പൊ ഇദ്ദേഹം ഇവിടെ വാചാലനായല്ലോ. അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തല എന്നൊരു പേരുകാരനെ അറിയാലോ. അദ്ദേഹത്തിന്റെ നാട് ഹരിപ്പാടാണെന്ന് അറിയാലോ, മണ്ഡലം. ആ ഹരിപ്പാട് ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ല കേട്ടോ, ഇതുവരെ. എന്തേ അന്നതിനെ കുറിച്ച് മിണ്ടിയില്ല? അഭിലാഷ, ഞാൻ ചോദിക്കട്ടെ, കൊട്ടിയൂർ പീഡനം ഉണ്ടായല്ലോ. ഈ UDF-കാരാണ് കേരളം ഭരിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിതന്റെ കയ്യിൽ ആ കയ്യാമം വീഴുമായിരുന്നോ? എത്രയോ കാര്യങ്ങൾ പറഞ്ഞത് മാറ്റാൻ വേണ്ടി എന്തെല്ലാം അട്ടിമറിക്ക് വേണ്ടി പരിശ്രമം നടന്നു. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, മാധ്യമങ്ങളുടെ ശ്രദ്ധയുണ്ടാകുന്നതിന് മുന്നമേ തന്നെ, വിവാദമാകുന്നതിന് മുന്നമേ തന്നെ വളരെ സമചിത്തതയോടെ കൃത്യതയോടുകൂടി പോലീസ് കൊട്ടിയൂർ പീഡനം അന്വേഷിച്ചത് കൊണ്ടല്ലേ പ്രതിയെ നിയമത്തിൽ കൊട്ടിയൂർ പീഡനത്തിൽ പോലീസിനെതിരെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ വകയില്ല, പക്ഷേ മറ്റ് കേസുകളിൽ ആക്ഷേപം ഉന്നയിക്കാൻ വകയുണ്ട്. ശ്രീമതി ലതിക സുഭാഷ്, കേരളത്തിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്തത്ര മോശമായ സാഹചര്യം പെട്ടെന്നുണ്ടായി എന്ന് പറയാമോ? സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ദൗർഭാഗ്യകരമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ എണ്ണത്തിൽ വർധനവ് അല്ലെങ്കിൽ പോലീസ് പെട്ടെന്ന് സവിശേഷമായി അവരുടെ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തുക, അങ്ങനെയൊന്നും ആരോപിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിൽ. ഇത് പരസ്പര ആരോപണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് ഞാൻ ഇതിനെ ഉപയോഗിക്കുന്നില്ല. ശ്രീ ജെയ്സൺ ജോസഫ് ഇവിടെ സൂചിപ്പിച്ചു, മാർച്ച് 8-ാം തീയതി ഞാൻ കോട്ടയത്ത് ഒരു പത്രസമ്മേളനത്തിൽ ഈ സംഭവം, കുട്ടിയുടെ പേരെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ പോലും പറഞ്ഞതാണ്. എനിക്ക് ഇലഞ്ഞിയിൽ നിന്നും ഒരു സ്കൂൾ മാനേജർ ഈ വിഷയം വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് പത്രസമ്മേളനത്തിൽ ഈ സംഭവം സൂചിപ്പിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി കൊടുത്തിട്ട് ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുന്നത് കൊണ്ട് പത്രങ്ങളിലേക്ക് കൊടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടിയുടെ വിഷയത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നിരന്തരമായി ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കാലാകാലങ്ങളായി മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ ഗ്രാഫ് ഉയർന്നു തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഈ ഒരു മാസത്തിനിടയ്ക്ക് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഉൾപ്പെടെ പോലീസിന്റെ അനാസ്ഥ, ഇപ്പൊ കൊട്ടിയൂരക്കാര് പറഞ്ഞു, പക്ഷെ വാളയാറിൽ എന്താണ് ഉണ്ടായത്? മുൻ മുഖ്യമന്ത്രിയായ ശ്രീ VS അച്യുതാനന്ദൻ ഉൾപ്പെടെ ആ നിയോജകമണ്ഡലത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. പോലീസിനെ കുറ്റം പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വാളയാറിലെ 52 ദിവസത്തിന് ശേഷം രണ്ടാമത്തെ എൻ്റെ കുട്ടി മരിക്കില്ല എന്ന്, ഞാൻ വാളയാറിലെ അമ്മയെ സന്ദർശിച്ചാണ് ആ കുട്ടിയുടെ. ആ അമ്മ വേദനയോട് കൂടി പറയുന്നു, ആദ്യത്തെ അന്വേഷണം പോലീസ് കുറച്ച് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ രണ്ടാമത്തെ മോളെ നഷ്ടപ്പെടുകയില്ലായിരുന്നു. രണ്ടുപേരും ഒരേ സാഹചര്യത്തിൽ ഒരേപോലെ കൊച്ചുകുട്ടികൾ തൂങ്ങി മരിച്ച ഒരു സാഹചര്യം ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നിരവധിയായിട്ടുള്ള മറ്റ് വിഷയങ്ങൾ. പോലീസിന്റെ അനാസ്ഥ, നിശ്ചയമായിട്ട് പോലീസിന്റെ അനാസ്ഥ എന്ന് പറയുമ്പോൾ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ
നിശ്ചയമായിട്ടും ഇതിന് ഉത്തരവാദി എന്ന ശരി, കാര്യത്തിൽ അതിന്റെ സംശയം ധാർമ്മിക വേണ്ട. ഉത്തരവാദിത്തം ഭരണകൂടത്തിനാണ് എന്ന വാദം പറഞ്ഞല്ലോ, സ്വാഭാവികമായും CCTV ഉന്നയിക്കും താങ്കൾ. ദയവായി തുടരണം ശ്രീ ഭാഗ്യനാഥ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മിഷേലിന് നീതി കിട്ടാൻ വേണ്ടി ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഒരു മൂവ്മെന്റും ഉണ്ടാകേണ്ടി വന്നത്? അത്രമേൽ നിരുത്തരവാദപരമായ സമീപനമായിരുന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? ഇത് ആദ്യമേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസുമായിട്ട് ഇപ്പോൾ ജെയ്സൺ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ പരാതിയുമായി ചെന്നതിന് ശേഷം ഇവരോട് തീർത്തും നിഷേധാത്മകമായ സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. അപ്പോൾ ഇവരോട് പറയുവാണ്, ഫാമിലിയോട് പറയുവാണ്, ഇത്രയും ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട് ചെല്ലുന്ന അവരോട് പോലീസ് പറയുവാണ് SI വരട്ടെ, SI വന്നതിന് ശേഷം നമുക്ക് ആ പരാതി സ്വീകരിക്കാം, നാളെ രാവിലത്തേക്ക് നിങ്ങൾ വരൂ എന്നെല്ലാം പറഞ്ഞാണ് അവരെ സ്റ്റേഷനിൽ നിന്ന് വിടുന്നത്. അപ്പോൾ ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു കുടുംബം ചെന്ന് കഴിയുമ്പോൾ അവരോട് കൊടുക്കേണ്ട ഒരു മറുപടി അല്ല അത്. പിറ്റേ ദിവസം ഈ കുട്ടിയുടെ മൃതദേഹം കായലിൽ നിന്ന് കിട്ടുമ്പോൾ പോലും പോലീസിന് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണയോ കാര്യങ്ങളോ ഇല്ല. അതിനുശേഷം ഈ കുടുംബം തന്നെ, അതായത് ഇന്ന് പിറവം MLA ശ്രീ അനൂപ് ജേക്കബ് ഇന്ന് നിയമസഭയെ പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബം സ്വന്തമായി ശേഖരിച്ച CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരുടെയും പക്കലുള്ളത്. ഇത് പോലീസ് സ്വീകരിച്ച് കുടുംബത്തിന് കൊടുത്തതോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾക്ക് കൊടുത്തതൊന്നുമല്ല, അവർ സ്വന്തമായി കണ്ടെത്തിയതാണ്. അതിനുശേഷം ഇതിൽ യാതൊരുവിധ മുന്നോട്ടുള്ള സമീപനവും പോലീസിൻ്റെ ഭാഗത്തു നിന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് ഷാജി എന്ന് പറയുന്ന ആൾ പിറവത്തെ ഒരു വ്യാപാരിയാണ്. പിറവത്തെ മുനിസിപ്പൽ കൗൺസിലർമാരായ ശ്രീ അരുൺ കല്ലറക്കൻ, മെബിൻ ബേബി, ഇവർ രണ്ടുപേരെയാണ് ആദ്യം ഈ പെൺകുട്ടിയുടെ പിതാവ് വിളിച്ച് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. അവരുടെ നേതൃത്വത്തിൽ ജസ്റ്റിസ് ഫോർ മിഷേൽ എന്നൊരു ക്യാമ്പയിൻ രൂപപ്പെടുമായിരുന്നു. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ള എല്ലാ മറ്റു മതങ്ങളോ അതിനൊന്നും നോക്കാണ്ട് ഈ യുവജനങ്ങളാണ് ഈ പ്രശ്നം ഏറ്റെടുത്തത്. സോഷ്യൽ മീഡിയ ഈ വിഷയം വളരെ കാര്യമായി ഏറ്റെടുത്തത് മൂലമാണ് ഈ വിഷയം ഇന്നും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇതിനൊരു വില കൽപ്പിച്ചത്. നിവിൻ പോളി ഉൾപ്പെടെ, ടൊവിനോ തോമസ് ഉൾപ്പെടെ, അജു വർഗീസ്, ഇവരെ പോലുള്ള ഏറ്റവും യുവാക്കളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താവുന്ന നടന്മാർ, അതുകൊണ്ട് മറ്റെല്ലാവരും കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ജസ്റ്റിസ് ഫോർ മിഷേൽ എന്ന ക്യാമ്പയിൻ രൂപപ്പെടുന്നത്. ഞങ്ങൾ അതിനുശേഷം ഈ പെൺകുട്ടിയുടെ എല്ലാ സുഹൃത്തുക്കളോടൊപ്പം ഇന്ന് രാവിലെയും കൂടെ ഞങ്ങൾ ആ പെൺകുട്ടിയുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കളെ ഒരു സമരവേദിയിൽ വെച്ച് കണ്ടിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായമാണ്, നമ്മളെല്ലാം ആരോട് അന്വേഷിച്ചാലും പറഞ്ഞ് ഇത്ര നല്ല പെൺകുട്ടിയാണ്, ആർക്കും മറിച്ചൊരു അഭിപ്രായമില്ല. ഇപ്പോൾ പിറവത്ത് ഞങ്ങളുടെ സ്വദേശത്തെ ആരോട് വേണമെങ്കിലും അന്വേഷിച്ചാലും ഈ പെൺകുട്ടിയെക്കുറിച്ചൊരു മോശമായ അഭിപ്രായമോ, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ഇതിന് പിന്നിലുള്ളത് ഇപ്പോൾ ആത്മഹത്യയെങ്കിൽ ആത്മഹത്യ, കൊലപാതകം, എന്താണ് സത്യം എന്നുള്ളത് ഞങ്ങൾക്കറിയണം. ഈ പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യയില്ലെന്ന് ഇന്ന് വൈകിട്ട് ഞാൻ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വരുന്നതാണ്. ആ പെൺകുട്ടിയുടെ പിതാവ് എൻ്റെ കൈയിൽ പിടിച്ച് പറഞ്ഞാൽ എൻ്റെ മോൾ ഒരിക്കലും ആത്മഹത്യയില്ലെന്ന്. അദ്ദേഹം പറയുന്നത് എൻ്റെ മകൾ അത്രയ്ക്കും ചങ്കൂറ്റമുള്ള പെൺകുട്ടിയായിരുന്നു, അവൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവരത്രയ്ക്കും അറ്റാച്ച്ഡായിട്ട് ജീവിച്ചതാണ്. ഈ പെൺകുട്ടിയെ ഒരിക്കൽ പോലും ബസ്സിൽ കയറ്റി പഠിക്കാൻ പോകുന്നിടത്ത് വിടുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വിടുക ഒന്നുമില്ല. ഒരു പുസ്തകം മേടിച്ചുകൊണ്ട് വന്നെങ്കിൽ പോലും സ്വന്തം പിതാവും ഫാമിലിയും കൂടി പോയി വിളിച്ചുകൊണ്ട് വരിക, തിരിച്ചു കൊണ്ടുവന്നുകൂടെ, അത്രയും അറ്റാച്ച്ഡായിട്ട് കഴിഞ്ഞ കുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് ഒരു രഹസ്യം വീട്ടുകാരിൽ നിന്ന് വിളിക്കേണ്ടതില്ല. അവർ തമ്മിൽ ഒരു മറയില്ലാത്ത ബന്ധമായിരുന്നു. അതുകൂടാണ്ട് ഈ സംഭവം ഇത്രയും ആയി കഴിഞ്ഞപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാകാത്തതുകൊണ്ട് ഞങ്ങൾ ഈ സമരം ജില്ലാ തലത്തിലേക്ക് വ്യാപിപ്പിച്ച് ഇന്ന് രാവിലെ കമ്മീഷണർ ഓഫീസിലേക്ക് ജസ്റ്റിസ് ഫോർ ക്യാമ്പയിൻ്റെ മിഷേലിൻ്റെ ഭാഗമായിട്ട് മാർച്ച് നടത്തുകയും അനന്തലാൽ സാർ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇത് കൊലപാതകമെന്നോ അല്ലെങ്കിൽ ആത്മഹത്യയെന്നോ ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നില്ല. പക്ഷേ ഈ ആത്മഹത്യയെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ള കാരണം കിട്ടണം, വ്യക്തമായൊരു കാരണം. ഇതിന് ഞങ്ങൾക്ക് അത്രയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല ഈ പെൺകുട്ടി ആത്മഹത്യ. തീർച്ചയായും ആ വികാരം മനസ്സിലാക്കും. ശ്രീ A. റഹീം, എന്തുകൊണ്ടാണ് പോലീസിനെ വിമർശിക്കേണ്ടി വരുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാവിലെ അനൂപ് ജേക്കബ് നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചതല്ല. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവിടെ ചെന്ന് ഈ പെൺകുട്ടി എവിടെയൊക്കെ പോയി എന്ന് പോലീസുകാരോട് വിശദീകരിച്ചിട്ടുള്ളതാണ്. കല്ലൂർ പള്ളിയിൽ പോകുന്നു, അതിനുശേഷം എവിടേക്ക് പോയി എന്നറിയില്ല, ഹോസ്റ്റൽ, അതുപോലെ തന്നെ ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പോലീസ് ഇത് അന്വേഷിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതല്ലേ? പോലീസിൻ്റെ സ്വന്തം ക്യാമറയിൽ, അതായത് എറണാകുളം നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളിലൊന്നും ദൃശ്യങ്ങളില്ല, അതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന നിലപാടിലാണ്. ഇങ്ങനെ ഒരു കുഞ്ഞു മരിച്ചാൽ അതിൻ്റെ മാതാപിതാക്കൾക്ക് സ്വന്തം നിലയിൽ അന്വേഷിക്കേണ്ട അവസ്ഥയാണോ കേരളത്തിൽ? അഭിലാഷ്, എല്ലാ കേസിലും ഇങ്ങനെ അല്ലല്ലോ. ഏതെങ്കിലും ഒരു കേസിൽ അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അതുൾപ്പെടെ പരിശോധിക്കുന്നതിന് ആർക്കവിടെ തടസ്സം? ഇപ്പോൾ ഇവിടെ ജസ്റ്റിസ് ഫോർ മിഷേൽ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടാണ് ഇവിടെ ഈ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ പോലും ശ്രദ്ധയുണ്ടായതായി ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ടത്.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്രയോ സംഭവങ്ങൾ ഇതല്ലാതെ ഇപ്പോൾ കൊട്ടിയൂർ മാത്രമായി കരുതേണ്ടതില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് തലയോലപ്പറമ്പിൽ ഒരു പെൺകുട്ടിയെ കാണാതായി. അവസാനം പാറമടക്കി നിന്നാണ് കിട്ടിയത്. അതിൻ്റെ പ്രതിയുടെ രാഷ്ട്രീയം RSSൻ്റെ പ്രചാരകനായിരുന്നു. RSSൻ്റെ പ്രചാരകൻ ശ്രീമതി ലാലി വിൻസെൻ്റ് അല്ല അവിടെ പറയുന്നത് കേട്ടല്ലോ. തിരുവനന്തപുരം നഗരമധ്യത്തിൽ തമ്പാനൂർ പോലീസ്, പാലക്കാട് പോലീസ്, ഇപ്പോൾ വാളയാറിനെ കുറിച്ച് പരാമർശിച്ചല്ലോ, അതേ വാളയാറിൽ പാലക്കാട് പോലീസ് ഒരു പെൺകുട്ടി, ഒരു അന്തേവാസിയായ, ഒരു അനാഥാലയത്തിലെ അന്തേവാസിയായ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 90 ദിവസം ജയിലിൽ കിടന്ന ആളിൻ്റെ പേര് ലാലി വിൽസന് അറിയുമെന്ന് എനിക്കറിയില്ല. സാംജെ വത്സലം എന്നാണ്. സാംജെ വത്സലൻ, സൂസൻ എന്നാണ് അറിയപ്പെടുക. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. അതിപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ പേരൊന്നും ഞാൻ പഠിച്ചായിരുന്നില്ല. കോൺഗ്രസ്സുകാരെല്ലാം ഇങ്ങനെയാണ് പെണ്ണുങ്ങളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ആളെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് #, ക്യാമ്പയിൻ്റെ ആവശ്യം വന്നില്ല. കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ചാനലുകാരും എടുത്തില്ല, നിങ്ങളാരും സമരം ചെയ്തില്ല, പ്രതിപക്ഷം വാക്കൗട്ട് വേണ്ടി വന്നില്ല, ഒരു തെളിവുമില്ലായിരുന്നു. ഈ കുട്ടി തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ ഈ കുട്ടിയെ ഓട്ടോ ഡ്രൈവറായ ഈ സൂസൻ, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതാണ്. അതിനുശേഷം കുട്ടിയെ പാലക്കാട്ടേക്ക് പറഞ്ഞു വിട്ടു. ഈ പാലക്കാട്ട് ചെയ്തതിന് ശേഷം കുട്ടി പിന്നീട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതിന് ശേഷമാണ് പോലീസ് ശ്രദ്ധയിൽ വന്ന് കേസെടുത്ത് അന്വേഷിച്ച് പ്രതിയെ പിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ തലയോലപ്പറമ്പിലെ കാര്യം, ഈ നമ്മുടെ ഈ പുരോഹിതൻ പ്രതിയായ കേസ്, ആ കേസിലെല്ലാം നിങ്ങളുടെ MLA പ്രതികരണം എപ്പോഴാണ് വന്നത്? അങ്ങനെ രാഷ്ട്രീയം കാണേണ്ട ശ്രീ എ റഹീം, അങ്ങനെ രാഷ്ട്രീയം കാണേണ്ട. ഞാൻ എന്നാൽ എറണാകുളം നഗരത്തിലെ ഒരു ഉദാഹരണം പറയാം. ഇവിടെ മുളന്തുരുത്തിയിൽ ഒരു പീഡനം നടന്നപ്പോൾ, ഒരു ബാലികയെ പീഡിപ്പിച്ച കേസ് വന്നപ്പോൾ നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു. എന്നിട്ട് പോലീസ് പ്രതിയെ പിടിച്ചോ? ഇതേ എറണാകുളം സെൻട്രൽ പോലീസാണ് അന്ന് ആരോപണ വിധേയരായത്. നാട്ടുകാർക്ക് പ്രതിയെ പിടിക്കണമെന്ന് പറഞ്ഞ് മാർച്ച് നടത്തേണ്ടി വന്നു. അപ്പോൾ ആ മാർച്ച് നടത്തിയ ജനങ്ങളെ പോലീസ് ഭീകരമായി മർദ്ദിച്ചോടിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് ആ പ്രതി വന്ന് പോലീസിന്റെ മുൻപിൽ സ്വമേധയാ കീഴടങ്ങി. അതുവരെ പോലീസ് പിടിച്ചിട്ടില്ല പ്രതിയെ. നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. ഇങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകൾ ഉണ്ടാകും. അത് പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഇഷ്യൂവിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല ശ്രീ എ റഹീം. പോലീസ് എത്രയോ കേസുകളിൽ ഇത്തരത്തിലുള്ള നിഷ്ക്രിയത്വം കാണിച്ചിരിക്കുന്നു. അഭിലാഷേ, ഈ ഇത്തരം ഇഷ്യൂവിനെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നു നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ടാണോ അറ്റാക്ക് ചെയ്യേണ്ടത്? ഇതൊരു ഗവൺമെന്റിന്റെ പരാജയമായിട്ടും നിയമസഭയിൽ മറ്റൊന്നും കിട്ടാതെ വരുമ്പോൾ ഈ പെൺകുട്ടികളുടെ കണ്ണുനീരിൽ ചാലിച്ച അടിയന്തര പ്രമേയങ്ങളും എടുത്തുകൊണ്ടാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പോൾ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഒരു ഗവൺമെന്റിനെ പഴിചാരാൻ എന്തിനു ശ്രമിക്കുന്നത്? ഒരു സാമൂഹികമായ വിപത്തായി എന്തുകൊണ്ട് കാണാൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ കഴിയുന്നില്ല? അതേസമയം തന്നെ പോലീസിൽ നിന്ന് വീഴ്ചയുണ്ടാകുന്നുണ്ട് എങ്കിൽ, ഭരണകൂടത്തിൽ നിന്ന് വീഴ്ചയുണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് ചൂണ്ടിക്കാണിക്ക്. അതിൽ ഞങ്ങൾ എന്തെങ്കിലും ഒളിച്ചുകളി കാണിക്കുന്നുണ്ടോ? നിങ്ങൾ പറ. അല്ല, അങ്ങനെ സർക്കാരിന് ഈ കാര്യത്തിൽ ഏതെങ്കിലും പ്രതികളെ സംരക്ഷിക്കാൻ താല്പര്യമുണ്ടോ എന്ന ആരോപണം ഉയർത്തിയില്ല. മറിച്ച് അതാത് തലങ്ങളിൽ പോലീസിന് താല്പര്യമുണ്ടോ അതോ വീഴ്ചയാണോ അത് പരിശോധിക്കപ്പെടണം. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജേസൺ ജോസഫ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയാണോ? ഇപ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്താണ്, അതുകൊണ്ട് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കാം, അങ്ങനെയാണോ ഇതൊരു സാമൂഹ്യ പ്രശ്നത്തെ കാണേണ്ടത്? ഞാൻ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല. അതേ സംബന്ധിച്ച് ഇവിടെ ശ്രീമതി ലളിത സുഭാഷ് പറഞ്ഞതുപോലെ പോലീസ് നയത്തിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് VS നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. ഇവിടെ ഈ പ്രശ്നത്തിൽ ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസ് ആദ്യമേ പറയുന്നത് ഒരു ആത്മഹത്യയാണ് എന്ന് വളരെ പെട്ടെന്ന് പറയുകയാണ്. ഒന്ന്. രണ്ടാമതൊരു കാര്യം, എറണാകുളം പട്ടണത്തിൽ ഒരു സിനിമാ നടിക്കെതിരായി ഉണ്ടായ അക്രമം, അതിൻ്റെ ഒരു വളരെ അടുത്ത ദിവസങ്ങളുണ്ടായ അക്രമമാണ്. ആ സംഭവത്തിൽ അന്ന് PT തോമസ് MLA ഇടപെട്ടതിൻ്റെ ഗുണകരമായി ഭവിച്ചുവെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഈ കാര്യം അടിവരയിടുക. അന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത് പോലീസിനും എടുക്കലല്ലോ. പൾസർ സുനി കോടതി വരാന്തയിൽ വന്നു കയറിയത് എന്നതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ പ്രശ്നം ഈ കുട്ടിയുടെ ബോഡി കിട്ടുന്നു. ഒരു കായലിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ വീഴുന്ന അല്ലെങ്കിൽ സ്വയമേധ എടുത്തു ചാടുന്നൊരു കുട്ടി, ആ കുട്ടിയുടെ കൈകൾ സ്വാഭാവികമായി ഏതെങ്കിലും ഒരേ പൊസിഷനിലേക്ക് വരും എന്നാണ് ഇവിടെ അറിയുന്ന ഈ പോസ്റ്റ്മോർട്ടമായി അറിയുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള. ഈ കുട്ടിയുടെ ഒരു കൈ ഒരു ഡയറക്ഷനിലും വേറെ കൈ വേറൊരു ഡയറക്ഷനിലുമാണ് എന്നാണ് പറയുന്നതല്ല, ഫോട്ടോയിൽ വളരെ വ്യക്തമാണ്. ഇതിൻ്റെ ഡെഡ് ബോഡിയുടെ ഫോട്ടോ വന്നു. ആ ഫോട്ടോയിൽ പരിശോധിക്കുമ്പോൾ ഇത് എത്ര സമയം വെള്ളത്തിൽ കിടന്നാൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്, സ്വാഭാവികമായ മാറ്റങ്ങൾ. 8-9 മണിക്കൂർ നേരത്തിലധികം ഒരു ബോഡി വെള്ളത്തിൽ കിടന്നാൽ ഉണ്ടാകുന്ന ആ സ്വാഭാവിക മാറ്റം ഈ ബോഡിയിൽ ഉണ്ടായിട്ടില്ല എന്ന് എക്സ്പേർട്ടുകൾ മാത്രമല്ല, സ്ഥിരമായി കടലിൽ പോകുന്ന പിന്നെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ അവിടെ പരസ്യമായി പറഞ്ഞു.
അത് അവിടെ ചില പ്രധാനപ്പെട്ട ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ സമ്മതിച്ചു. പക്ഷേ ഇന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോഴും പോലീസ് ആദ്യമേ പറയുകയാണ് ഇത് ആത്മഹത്യയാണ്. ശരി, ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനി മിഷേൽ ദുരൂഹമായി മരിച്ച ആ സംഭവത്തിൽ ആത്മഹത്യ എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ ഒരു ബന്ധുവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ചുമത്തും. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നാണ് വിവരം. സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, കൊച്ചിയിൽ CA വിദ്യാർത്ഥി മിഷേൽ മരിച്ച സംഭവത്തിൽ ഇത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇക്കാര്യം ഏറെക്കുറെ പോലീസ് ഉറപ്പിച്ചിരിക്കുകയാണ്. പെൺകുട്ടിയുടെ അടുത്ത ഒരു സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇയാൾക്കെതിരെ ആത്മഹത്യാ കുറ്റത്തിന് പോലീസ് കേസെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഭിലാഷ്, ഇക്കാര്യത്തിൽ ആത്മഹത്യ എന്തുകൊണ്ട് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്നും അറിയാത്തത്. അതുകൊണ്ടാണ് അവർ ആത്മഹത്യ അല്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നതും. പോലീസിന് അക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പോലീസ് അക്കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഈ പെൺകുട്ടിയെ യുവാവുമായുള്ള പരിചയത്തിന്റെ പുറത്താണ് ആത്മഹത്യ ചെയ്യുന്നത്. അത് ഒരു മാനസിക സംഘർഷമായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വിശദീകരണങ്ങൾ വരുന്നതും. എന്തായാലും കുട്ടിയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അഭിലാഷ്, ശരി, ആത്മഹത്യയാണ് എന്നുള്ള വാദത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അതിൻ്റെ ന്യായങ്ങൾ, അതിൻ്റെ വസ്തുതകളൊക്കെ വരുന്ന മണിക്കൂറുകളിൽ പുറത്തു വരട്ടെ. ശ്രീമതി ലതിക സുഭാഷ്, ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എങ്ങനെ പോലീസ് ആക്ട് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ കുറ്റവാളികളൊക്കെ കൃത്യമായി കുടുങ്ങുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം വേണം. ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ മനഃപൂർവ്വമായി ഈ വേട്ടക്കാരെ പോലീസ് സംരക്ഷിച്ചു എന്ന് നമുക്ക് കരുതാൻ കഴിയുന്ന എന്തെങ്കിലും വസ്തുതകളുണ്ടോ? മനുഷ്യ സഹജമായ പിഴവ് പോലീസിനും സംഭവിച്ചേക്കാം. അതിനപ്പുറത്ത് കൃത്യമായ താല്പര്യങ്ങളോടുകൂടി പെരുമാറി എന്ന് നമുക്ക് ആരോപിക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരു നിമിഷം ഞാൻ ശ്രീമതി ലതിക സുഭാഷിലേക്ക് മടങ്ങിയെത്താം. അവിടെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ശ്രീ ഭാഗ്യനാഥ്, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പോലീസ് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മൾ കുറ്റപത്രം കൊടുത്താൽ മാത്രമേ എന്തൊക്കെ കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഒരു നമ്പറിൽ നിന്ന് 40-ലധികം കോളുകൾ ഉണ്ടായിരുന്നു ആ ദിവസം എന്നുള്ളത്. പിന്നെ ഈ ഗോശ്രീ പാലത്തിലൂടെ ഈ പെൺകുട്ടി നടക്കുന്നത് കണ്ടു എന്ന സമീപവാസികളുടെ മൊഴി. ഈ കാര്യത്തിൽ പോലീസ് എന്തെങ്കിലും പ്രത്യേക നിഗമനങ്ങളിലേക്ക് എത്തണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ലല്ലോ. ഞാൻ ഒരിക്കലും പോലീസിനെ പൂർണ്ണമായിട്ട് കുറ്റം പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത, സിറ്റിയിൽ നടക്കുന്ന എന്ത് കേസുകളും ആദ്യം സെൻട്രൽ സ്റ്റേഷനിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ശിവസേനയുടെ അക്രമമായിക്കോട്ടെ, പ്രമുഖ നടിയുടെ കേസായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഒരു ഓവർലോഡ് അവർക്ക് മേലുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ഞാൻ വേറെ കുറച്ച് 3 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, ഒരു പെൺകുട്ടിയെ കാണാണ്ടായി. ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നതാണ്. ആ മൊബൈലൊന്ന് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് അത്ര വലിയ സമയമൊന്നും വേണ്ട. 1-2 ഫോൺ കോൾ മതി. കാരണം അത്രയും നമുക്കൊരു കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ആ ഫോൺ കോൾ അന്നേരം ട്രേസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ പെൺകുട്ടി രാത്രിയെ കൊല്ലപ്പെട്ടതെങ്കിൽ രാത്രി ഇവരുടെ ഫാമിലി അവിടെ ചെന്നു. ഈ മൊബൈൽ നമ്പർ ഒന്ന് ട്രേസ് ചെയ്ത് കൊച്ചി സിറ്റിക്കുള്ളിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് ഈ പെൺകുട്ടിയുടെ മരണം ഒഴിവാക്കാമായിരുന്നു. അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടിയുടെ ഈ CCTV ദൃശ്യങ്ങളെല്ലാം ഇവരുടെ കുടുംബം കണ്ടെടുത്തതാണ്. ഈ കുടുംബം കണ്ടെടുത്തു എന്ന് പറഞ്ഞത് അത് പോലീസ് കണ്ടെടുത്തില്ല എന്നുള്ളതിന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ നഗരത്തിലുള്ള ഈ CCTV ക്യാമറകളിൽ ബാക്കിയുള്ളതൊക്കെ കെൽട്രോണിൻ്റെ ഇതിൽ നമ്മളെല്ലാത്തോടെയും ഓരോ വർഷവും കോടികൾ മുടക്കി സിറ്റിയിൽ മൊത്തം CCTV ക്യാമറകൾ വെക്കുന്നുണ്ട്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് ഭയങ്കര തട്ടിപ്പാണ്. ഈ ക്യാമറകൾ, സിറ്റിയിലുള്ള ഒറ്റ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിന് ഈ ദൃശ്യങ്ങൾ കിട്ടാൻ ഇത്ര താമസം? പിന്നെ അതുകൂടാണ്ട് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് എറണാകുളം സിറ്റിയുടെ ഉള്ളിൽ ഒന്ന് സഞ്ചരിക്കാനുള്ള വഴികളും കാര്യങ്ങളും ഒന്നും അറിയില്ല എന്ന് അവരുടെ കുടുംബം ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി ഗോശ്രീ പാലത്തിൻ്റെ അങ്ങോട്ട് പോയി എന്നും മറ്റു കാര്യങ്ങളും പോലീസ് പറയുമ്പോൾ അതിലൊരു വിശ്വസനീയത നമുക്ക് തോന്നുന്നില്ല. അതിപ്പോൾ വന്ന നിലപാടുകളും കാര്യങ്ങളും തന്നെയാണ് പിന്നീട് ചർച്ച ചെയ്തിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പോൾ പിന്നെ അതുകൂടാണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളിപ്പോൾ സിറ്റിക്കുള്ളൊരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം നടന്ന് നമ്മളൊരു പോലീസിനെ അത്യാവശ്യമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എറണാകുളം സിറ്റിയുടെ ഉള്ളിൽ വന്ന് നമ്മളൊരു പ്രശ്നത്തിൽ പോലീസിനെ കോൺടാക്ട് ചെയ്താൽ പോലീസ് ആദ്യം ഫോൺ എടുത്ത് പറയും അത് ഈ സെക്ഷനല്ല, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുവാണെങ്കിൽ അത് ഇങ്ങോട്ടല്ല വിളിക്കണ്ടേ, ആ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറയും. അവിടെ വിളിച്ച് കാര്യം പറയും അയ്യോ ഇത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന കേസല്ല, ഇത് അവരെ വിളിക്കാൻ പറയും. ഞാനൊരു സ്ത്രീയെ, ഒരു പ്രൈവറ്റ് ബസ് ഡ്രൈവർ പരസ്യമായിട്ട് ആക്ഷേപിച്ച് അനാവശ്യം പറയുന്നത് കേട്ടിട്ട് ഞാൻ നേരിട്ട് കൺട്രോൾ റൂമിൽ വിളിച്ച് എനിക്ക് അനുഭവം ഉള്ളതാണ്.
ഒരു സ്റ്റേഷനിലും പരാതി എടുക്കാൻ സമ്മതിക്കില്ല. അവസാനം വഴി കണ്ട ഒരു ട്രാഫിക് പോലീസുകാരനോട് ഈ കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞു അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ കൊടുക്ക്, പുള്ളി താഴെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് പരാതി എടുക്കുമെന്ന് പറഞ്ഞു. അതുകൂടാണ്ട് മിഷേലിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിഷേലിൻ്റെ കുടുംബത്തിന് അതിനുള്ള ബന്ധുബലവും അല്ലെങ്കിൽ അവിടെ ചെന്ന് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് സാധിച്ചു. വേറെ നേരെ മറിച്ച് നോക്കുവാണെങ്കിൽ അന്യദേശ നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്നു, ഇപ്പോൾ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നോ കാസർഗോഡ് നിന്നോ എത്ര പേര് കൊച്ചിയിലുണ്ട്. ഇവിടെ നിന്ന് എവിടെയെങ്കിലും വന്ന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് എങ്ങനെ ഇത്രയും ഇതിനു വേണ്ടി മുന്നോട്ട് നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാമറ ദൃശ്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇനിയാണെങ്കിൽ പോലും ഒരാൾക്കും ഈ അവസ്ഥ വരരുത്. അപ്പോൾ പോലീസ് അതിനുള്ള നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കണം. CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം ഉപയോഗിക്കണം. ഇപ്പോൾ ആ നടിയുടെ കാര്യത്തിൽ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി കായലിൽ ഇറങ്ങി തപ്പി. വേറെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടിയുടെ കയ്യിലിരുന്നൊരു വാനിറ്റി ബാഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എന്താ ഇവരാരും അന്വേഷിക്കാത്തത്? കായലിൽ പോയതാണ്, ഈ കായലിലൊരു ബാഗ് കണ്ടുപിടിക്കാൻ ഒരു കുഞ്ഞ് മൊബൈൽ ഫോൺ പിടിക്കണേക്കാളും എളുപ്പമല്ലേ? പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല. ഇത് ഇവർ പരസ്പരം പോലീസ് ഇപ്പോൾ ഒരാൾ, ഞാനിവിടെ വേറൊന്നും പറയുന്നില്ല, ഇപ്പോൾ യുവാക്കൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ അവരെല്ലാവരും ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ മിഷേലിന് വേണ്ടിയിട്ടായാലും ജിഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവരെല്ലാവരും രാഷ്ട്രീയം മറന്നൊരു വേറൊരു സഹോദരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന രീതിയിലാണ് ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. നമുക്കിതിൽ രാഷ്ട്രീയമായ മറ്റു കാര്യങ്ങളെല്ലാം രണ്ടാമതാക്കി വെച്ച് ഇനിയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരരുതെന്നുള്ള രീതിയിൽ ഉപയോഗിക്കണം. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ശ്രീ എ റഹീം പോലീസിനെ വിമർശിക്കുമ്പോൾ അത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ വീഴ്ച എന്ന് കാണേണ്ടതില്ല. പക്ഷേ പോലീസ് സംവിധാനത്തിൻ്റെ വീഴ്ച തന്നെയാണല്ലോ. പാലക്കാട്ടെ ഉദാഹരണം ഈ ചർച്ച തുടങ്ങുമ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. പാലക്കാട് 13 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ആത്മഹത്യ ചെയ്തിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടതായി കണ്ടിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടായോ? ഫെബ്രുവരി 3-ാം തീയതി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ലൈംഗിക പീഡനം, പ്രകൃതി വിരുദ്ധ പീഡനം സംശയിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പോലീസിന് കൊടുത്തു. അത് പോലീസിൻ്റെ കയ്യിൽ ഉണ്ട്. എന്നിട്ട് ആദ്യ സംഭവം നടന്ന് 52 ദിവസം കഴിഞ്ഞ് ആ കുട്ടിയുടെ അതിനേക്കാൾ പ്രായം കുറവുള്ള 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അന്വേഷണം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു SIT രൂപീകരിച്ച് പ്രതികളെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ കുട്ടി മരിച്ചപ്പോഴെങ്കിലും അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നുവെങ്കിൽ ആവർത്തിക്കപ്പെടുമായിരുന്നില്ല രണ്ടാമത്തെ ദുരന്തം. ഇവിടെ എറണാകുളം നഗരത്തെ സംബന്ധിച്ച് എത്രാമത്തെ സംഭവമായി ഒരു ദുരന്തം ആവർത്തിക്കുന്നത് തടയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തുകൊണ്ട് ഈ കുറ്റവാളികൾ കൃത്യമായി അകത്താകുന്നില്ല എന്ന പ്രശ്നം ഈ നാട്ടിലെ എല്ലാ ആളുകളെയും അലട്ടുന്നുണ്ടാകില്ലേ? അഭിലാഷേ, അല്പം സമയം തരണം. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ വാളയാറിലെ കാര്യം, വാളയാറിലെ പ്രശ്നത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നൊരു സർക്കാർ സംവിധാനം തന്നെ പറയുകയാണ്. അവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുകയാണ്. അതിനുശേഷം അന്വേഷണം, താങ്കൾ പറഞ്ഞതുപോലെ SIT വരുന്നു. SITയുടെ കീഴിൽ ഫലപ്രദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ എന്ത് ഒളിച്ചുകളി നടന്നു? വീഴ്ചയുണ്ടാകാം. ഞാൻ പറഞ്ഞത് ഇതൊരു സാമൂഹിക പ്രശ്നമായി എന്തുകൊണ്ട് നമുക്ക് കാണാനാകുന്നില്ല? ഇവിടെ ഈ നിങ്ങൾ പറഞ്ഞതും ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നടക്കുന്നതും അല്ലാത്തതുമായ നിരവധി പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കാണ് യഥാർത്ഥത്തിൽ സാർത്ഥകമായ ചർച്ച പോകേണ്ടത്. 1. 2, പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ജിഷയുടെ സംഭവത്തിലുണ്ടായത് എന്താ? ജിഷയുടെ പ്രതികളെ തന്നെ പിടിക്കാൻ പറ്റിയില്ല. പോലീസിന്റെ ഭാഗത്ത് എത്രയോ വീഴ്ചയുണ്ടായി. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് പ്രതിയെ തന്നെ പിടിച്ചത്. അപ്പം ഇതിനകത്ത് പോലീസ് അത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള മികവായി കാണണ്ടേ? കൊട്ടിയൂരിലെ കാര്യം അങ്ങനെയാണെങ്കിൽ മികവായി കാണണ്ടേ? മികവിനൊപ്പം വീഴ്ചയുണ്ടാകും. ആ വീഴ്ചയിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ആ വീഴ്ചയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. കുറ്റവാളികളോട് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്നു. അന്വേഷണം വേഗത്തിലാക്കുന്നു. അതൊന്നും കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാഷ്ട്രീയമായി ഇവിടെ 2 പേർ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ഞാൻ പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഞാൻ എടുത്തു പറഞ്ഞല്ലോ, ശ്രീ രമേശ് ചെന്നിത്തലയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഒരു വനിത കൊല്ലപ്പെട്ടത്, ഒരു യുവതി കൊല്ലപ്പെട്ടത്. എന്തേ ഇതുവരെ പ്രതിയെ പിടിച്ചിട്ടില്ലല്ലോ? അപ്പൊ യഥാർത്ഥത്തിൽ ജിഷയുടെ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഓഫീസിലാണ് ഒരു സ്ത്രീ ക്രൂരമാം വിധം കൊല്ലപ്പെട്ടത്. എന്താ ഇവിടെ ഇപ്പോൾ 2 പേര്, ഇപ്പോൾ ഈ പിണറായി ഗവൺമെന്റാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നവർ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, അന്നത്തെ KPCC പ്രസിഡന്റും അന്ന് ഭരണം വഹിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഒരുപോലെ ഉത്തരവാദിത്വം വഹിക്കേണ്ടവരല്ലേ? എന്തേ രാധയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പൊ തെരുവിലത്തെ കാര്യം നിങ്ങൾ പറയുന്നു, കൊച്ചി പോലൊരു മഹാനഗരത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നു. ശരിയാണ്, ഞങ്ങളുടെ പോലീസ്, ഉമ്മൻചാണ്ടിയുടെ പോലീസ് നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നഗരങ്ങൾ മഹാനഗരമാകുന്നു. ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ പറയട്ടെ, ശ്രീ അഭിലാഷ്, ഞാനൊന്ന് തീർത്തോട്ടെ. അതേസമയം പാർട്ടി ഓഫീസിനകത്ത് സുരക്ഷിതമായിരുന്നോ സ്ത്രീ? എന്താ അതിനെക്കുറിച്ച് പറയുന്നില്ല? നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിനുള്ളിൽ പോലും ഒരു സ്ത്രീ സുരക്ഷിതമല്ലായിരുന്നു.
കോൺഗ്രസ്സുകാരിയായ സ്ത്രീ, ആ സ്ത്രീയെ കൊന്നു, അവരെ കാണാനില്ലായിരുന്നു, ചാക്കിൽ കെട്ടി വെച്ചു എത്രയോ ദിവസം ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തിന്റെ കീഴിൽ, അതിനുശേഷം ചതുപ്പിൽ കൊണ്ടു താഴ്ത്തു. ഇത് നിങ്ങളുടെ ഭരണകാലത്തുണ്ടായതാ. അവിടെ ഇതെല്ലാം ദാരുണമായ കൃത്യങ്ങളാണ്. രാഷ്ട്രീയമായി പഴിചാരാനാണ് എങ്കിൽ ഏതൊരാൾക്കും വാഗ്വിലാസം അനുസരിച്ച് എന്തും പറയാം. പക്ഷേ യാഥാർത്ഥ്യം കേരളം ഇനിയും തിരിച്ചറിയേണ്ട കാര്യം, ഇത്രയും സെൻസിറ്റീവായ, മാധ്യമങ്ങൾ തുറന്നു വെച്ച, സോഷ്യൽ മീഡിയ സജീവമായ, രാഷ്ട്രീയ പാർട്ടികൾ സജീവമായ ഈ കേരളത്തിൽ ഇത്രയും കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒരു സാമൂഹ്യ വിപത്താണെന്നും ആ സാമൂഹ്യ വിപത്തിനെ കൂട്ടായി നേരിടാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് രാഷ്ട്രീയ ആരോപണങ്ങൾക്കിടയിൽ ചിലപ്പോഴൊക്കെ ഒന്ന് കോൺഗ്രസ് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ശരി, അതാണ് താങ്കളുടെ നിലപാട്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എ റഹീം, ശ്രീ ജേസൺ ജോസഫ്, ഇതിൽ പോലീസിന് വീഴ്ച ഉണ്ടാകാം, പല സംഭവങ്ങളിലും വീഴ്ച ഉണ്ടാകാം. പക്ഷേ ഇതിലൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമോ ഭരണകൂട താല്പര്യമോ ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ഈ സ്ത്രീകൾ നമ്മുടെ എറണാകുളം നഗരത്തിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ കേരളത്തിലോ സുരക്ഷിതരല്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സവിശേഷ താല്പര്യം ആരോപിക്കുന്നത് ശരിയാണോ? 8 മാസം മുൻപില്ലാത്ത എന്തെങ്കിലും പെട്ടെന്നുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയമായ ആക്ഷേപമല്ല ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ സെൻസിറ്റീവായ, കേരളം പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അവിടെയാണ് 2 മാതാപിതാക്കൾ സ്വന്തം മകളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ 3ാമത്തെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങളവിടെ ഇരിക്കെ മേലുദ്യോഗസ്ഥൻ വരും എന്ന് പറയേണ്ടതല്ലേ നമ്മുടെ പോലീസ്? അവിടെ CIO അല്ലെങ്കിൽ അത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോ, ഒരു 18 വയസ്സുള്ള കുട്ടിയല്ലേ മിസ്സായേക്കുന്നത്? അവരുമായി സംസാരിക്കാനും അവർക്ക് വേണ്ട അവരുടെ കൂടെ പോയി ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട പോലീസ് നാളെ വരൂ എന്ന് പറഞ്ഞാൽ അതിൽ വീഴ്ച വന്നിട്ടില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയമാണോ? അത് വളരെ ഗൗരവകരമായ പ്രശ്നം. അതിപ്പോൾ നാളെ ആര് ഭരിച്ചാലും രാത്രിയിൽ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കാനുള്ള നടപടികൾ തീർക്കേണ്ട സംവിധാനം നമ്മുടെ പോലീസ് സംവിധാനത്തിൽ വരണം. അതുണ്ടായിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ്. ആ വീഴ്ച തുറന്ന് സമ്മതിക്കാതെ പറ്റില്ല. ഇവിടെ പിന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടി ഓഫീസിലുണ്ടായ കൊലപാതകം ഞങ്ങൾ തന്നെയാണ് തെളിയിച്ചത്. ഇപ്പോൾ ജിഷയുടെ കാര്യം പറഞ്ഞു. ജിഷ സംഭവത്തിൽ ഒരു ചെരുപ്പുമായി പറഞ്ഞപ്പോൾ കളിയാക്കിയ ആളുകളെ നിങ്ങൾ, ആ ചെരുപ്പുമായി ബന്ധപ്പെട്ട ആ കേസിൻ്റെ ചുരുൾ അഴിഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി പോലും എത്ര വലിയ കള്ളക്കഥകൾ ജിഷ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ച ആളുകളാണ് ഇവർ. അപ്പോൾ രാഷ്ട്രീയ മര്യാദയൊന്നും ഞങ്ങളെ നിങ്ങൾ പഠിപ്പിക്കേണ്ട. ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ പോലും കോൺഗ്രസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളം മുഴുവൻ പ്രചരണം നടത്തിയ ആളുകളാണ് നിങ്ങളെന്നതുകൊണ്ട് നിങ്ങൾ ആദ്യം തിരുത്തുക. എന്നല്ലെങ്കിൽ VS പറയുന്നതെങ്കിലും കേൾക്കാനുള്ള മര്യാദയാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ പോലീസിന് ഉണ്ടാകേണ്ടത്. അതുണ്ടാകുന്നില്ല എങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും കേരളത്തിന് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഞങ്ങൾ ഇന്ന് സമരം കഴിഞ്ഞ് തിരിച്ച് DCC ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ 40-40 പെൺകുട്ടികൾ വന്നിരിക്കുക. ഈ മിഷലിൻ്റെ ഒരു കൂട്ടുകാരി കൂടെയുണ്ട്, ബാക്കിയൊന്നും മിഷലിനെ അറിയുന്ന കൂട്ടുകാർ. അവരാകെ പേടിയിലാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ എന്ത് സുരക്ഷ എന്ന ചോദ്യം എറണാകുളത്തെ പെൺകുട്ടികളുടെ മനസ്സിൽ ഉയർന്നിരിക്കുന്നുവെങ്കിൽ ഇത് ഗൗരവമായി കാണേണ്ട ബാധ്യത കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, കേരളത്തിലെ ഭരണകൂടങ്ങൾക്കുണ്ട്. അത് പറയുമ്പോൾ അതിന് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് അപഹസിക്കുന്നത് ശരിയല്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അവിടെ ശ്രീ റഹീം, താങ്കൾക്ക് പ്രതികരിക്കാം. അക്കൂട്ടത്തിൽ എൻ്റെ ചോദ്യവുമുണ്ട്. ഇവിടെ ഈ മിഷേൽ സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച, നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടാൻ എടുത്തിട്ടുള്ള കാലതാമസം, അത് പ്രതി എറണാകുളം നഗരത്തിൽ ഉണ്ടായിട്ടും അവരുടെ മൊബൈൽ ഫോൺ ആ സമയങ്ങളിൽ ലഭ്യമായിട്ടും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വീഴ്ചയാണ്. ഇവിടെ CCTVയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എറണാകുളം നഗര ഹൃദയത്തിലൂടെ 9 മണി എന്ന അത്ര വൈകിയതല്ലാത്ത നേരത്ത് ഈ സംഭവം ഉണ്ടായിട്ട് ഒടുവിൽ പോലീസിന് കിട്ടിയ CCTV ഗ്രാബ് ഒരു കടയിൽ സ്ഥാപിച്ച CCTVയിൽ പതിഞ്ഞ ഈ പ്രതികൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ആ രംഗമാണ്. അതല്ലാതെ ഈ എറണാകുളം നഗര ഹൃദയത്തിലടക്കം എവിടെയും ഒരു പോലീസ് കൺട്രോൾ റൂമിലും ഇതിൻ്റെ ഔട്ടെത്തുന്നില്ല, അല്ലെങ്കിൽ ഈ ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അവിടെ റെക്കോർഡിങ്ങുമില്ല. ഇവിടെ ചോദിച്ചതുപോലെ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ രാത്രി 12 മണിക്കും അതിന് ശേഷമുള്ള സമയത്തുമൊക്കെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന നഗരമാണ് എറണാകുളം. ഇവിടെ എവിടെയാണ് സുരക്ഷ? അഭിലാഷേ, നമ്മുടെ നാട് വല്ലാതെ മാറുകയാണ്. നഗരങ്ങൾ മഹാനഗരങ്ങളാകുന്നു, ഗ്രാമങ്ങൾ നഗരങ്ങളാകുന്നു. ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ആ സുരക്ഷാ പ്രശ്നങ്ങളെ അതാത് കാലഘട്ടത്തെ സർക്കാരുകളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി VS നേതൃത്വം കൊടുത്ത് സഖാവ് കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അത് അഡ്രസ്സ് ചെയ്തു. 2 കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒന്ന്, CCTV. കേരളത്തിലുടനീളം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കെൽട്രോണിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്യാമറകൾ കേരളത്തിൻ്റെ മഹാനഗരങ്ങളിൽ സ്ഥാപിച്ചത് സഖാവ് കോടിയേരി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ്. അത് മെയിൻ്റെനൻസ് ചെയ്യണം. ഒരിക്കൽ വെച്ചാൽ അത് പ്രവർത്തിക്കണമെന്നില്ല. പിന്നീട് കഴിഞ്ഞ 5 വർഷം പ്രവർത്തിക്കാതിരുന്നതാണ് ഇപ്പോഴും അതുപോലെ തുടരുന്നത് പ്രവർത്തനരഹിതമായി. ഞങ്ങളതേ വരുന്നു, ഞങ്ങൾ ഇടപെടാം.
യാതൊരു സംശയവും ഇടപെടാം. 2, ഗുണ്ടകളും മാഫിയാവൽക്കരണവും ശക്തമായി. ആ ഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ നഗരവൽക്കരണത്തിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കാപ്പ നിയമം ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങളുടെ കാലത്തൊന്ന് ഗുണ്ടകളെല്ലാം പിടിച്ചു അകത്താക്കി, നിയമം ശക്തമായി നടപ്പിലാക്കി. രാഷ്ട്രീയക്കാർക്കെതിരെ അത് പ്രയോഗിക്കരുതെന്ന് നിയമത്തിൽ പ്രത്യേകമായി അനുശാസിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷം ആ നിയമത്തിൻ്റെ തുടർച്ചയുണ്ടായില്ല, ഇടപെടലിൻ്റെ തുടർച്ചയുണ്ടായില്ല. ആകെ കാപ്പ നിയമം കഴിഞ്ഞ 5 വർഷം പ്രയോഗിച്ചത് ഗുണ്ടകൾക്കെതിരായിട്ടല്ല, ഞങ്ങൾക്കെതിരായിട്ടാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കെതിരായിട്ടാണ്. യഥാർത്ഥത്തിൽ അവർക്കെതിരെ പ്രയോഗിക്കണ്ടേ? ഈ പറഞ്ഞ ക്രിമിനൽ വൽക്കരണം, ഈ പറഞ്ഞ പ്രശ്നം, ഇതെല്ലാം ഒരു ഭരണകൂടത്തിൻ്റെ തുടർച്ചയായ ഇടപെടലല്ലേ? കഴിഞ്ഞ 5 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ടു പോയ കാര്യം. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, അതിൻ്റെ ഫലമാണ്, അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വേറൊരു കാര്യം, കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ കുറച്ച് പെൺകുട്ടികൾ ചെന്നുവെന്നാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ ആരും അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ് അത്തരത്തിൽ കയറി ചെല്ലാൻ പറ്റിയ, ഞാൻ അടച്ചാക്ഷേപിച്ച് പറയുകയല്ല, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രാധയുടെ ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. നിങ്ങളതെല്ലാം കാണണ്ടേ? നിങ്ങളുടെ പാർട്ടി ഓഫീസിനുള്ളിൽ ഇന്ന് നിങ്ങൾ പറയുന്നു പ്രതീക്ഷയോടെ പെൺകുട്ടികൾ വന്നുവെന്ന്. അങ്ങനെ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നിങ്ങളുടെ അല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു പോകുന്നതിൽ കാര്യമില്ല. ശ്രീ എ റഹീം, നിലമ്പൂരിലെ ഓരോ ഓഫീസിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് കരുതി എല്ലാ ഓഫീസുകളും അങ്ങനെ ആകണമെന്നില്ല. അതൊരു ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പരസ്യമായി പറയാൻ പാടില്ലാത്ത നിലയിൽ ചില കാര്യങ്ങളുണ്ട്. CPM ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അത് റഹീം മനസ്സിലാക്കുക. അല്ല, നമുക്ക് അത്തരം പാർട്ടിക്കെതിരായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എനിക്കൊരു മാധ്യമത്തിന് മുമ്പിൽ പറയാൻ കഴിയില്ല. എന്റെ മക്കളും എന്റെ നമ്മുടെ അമ്മമാരും ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന കാര്യം. നമ്മൾ അത്തരം ചർച്ചയിലൊക്കെ പോയിട്ട് കാര്യമില്ല ശ്രീ റഹീം. ഞാൻ അതുകൊണ്ടാണ് ശ്രീ ജെയ്സൺ ജോസഫിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. പാർട്ടി ഓഫീസുകൾ ഇല്ല, നമ്മൾ അങ്ങനെ ജനറലായി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ കയറി ചെല്ലാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നില്ല. ശ്രീമതി ലതിക സുഭാഷ്, ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം, അതായത് ഈ നിയമസഭാ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം, ലൈംഗിക കുറ്റവാളികളുടെ രജിസ്റ്റർ തയ്യാറാക്കും, അത് എല്ലാ പോലീസ് സ്റ്റേഷനിലും സൂക്ഷിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചു കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നല്ല ഒരു സമീപനമാണ് എന്ന്. പല ഇടങ്ങളിലും വിശേഷിച്ച് ഈ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുന്ന സംഭവങ്ങളിൽ ഈ ഹബിച്വൽ ഒഫൻഡേഴ്സിൻ്റെ സാന്നിധ്യമുണ്ട്. സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ? അതിന് പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മർദ്ദം വേണം, മഹിളാ സംഘടനകളുടെ സമ്മർദ്ദം വേണം, മാധ്യമങ്ങളുടെ, സോഷ്യൽ മീഡിയയുടെ ഒക്കെ സമ്മർദ്ദം വേണം. ഇത് നമ്മുടെ ഒരു പൊതുമണ്ഡല വ്യവഹാരത്തിൽ വളരെയധികം പ്രയോറിറ്റി കിട്ടേണ്ട ഒരു വിഷയമായി മാറണം. ആ അർത്ഥത്തിലുള്ള ചർച്ച കേരളത്തിൽ നടക്കുന്നുണ്ടോ താങ്കളുടെ അനുഭവത്തിൽ? ശ്രീമതി ലതിക സുഭാഷ്. എനിക്ക് ഓഡിയോയിൽ തകരാറുണ്ട്, ഞാനത് പരിഹരിച്ചതിന് ശേഷം മടങ്ങിയെത്താം. ശ്രീ ഭാഗ്യനാഥ്, താങ്കളുടെ അവസരമാണ്. ഇതിൽ ഒരു പൊതുബോധത്തിൻ്റെ മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര നിയമ ഭേദഗതി ഉണ്ടായാലും ആറ്റിറ്റ്യൂഡ് മാറിയില്ലെങ്കിൽ കാര്യമില്ല എന്ന് നിർഭയയുടെ കാലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിർഭയയുടെ സമയത്ത് ഇതേപോലെ താങ്കളെപ്പോലെയുള്ള യുവാക്കൾ തെരുവിലിറങ്ങി വലിയ രോഷമുണ്ടായി, മെഴുകുതിരി പ്രകടനങ്ങൾ ധാരാളമുണ്ടായി. അതിൻ്റെ ആവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു എന്നതിനപ്പുറത്ത് അതിനുശേഷമാണ് ക്രിമിനൽ നിയമ ഭേദഗതിയൊക്കെ ഉണ്ടായത്. നിയമ ഭേദഗതിയൊക്കെ കഴിഞ്ഞു എന്നതിനപ്പുറത്ത് സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതരായിരിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായോ നമ്മുടെ നാട്ടിലോ പുറത്തോ എവിടെയെങ്കിലും? ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷം പിടിച്ച് പറയുന്നതല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് വിദ്യാർത്ഥികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ കടന്നു വരികയും ശ്രീ ജെയ്സൺ ജോസഫാണ് അവരെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് മറക്കുകയും ഞാൻ അതിന് സാക്ഷിയാണ്. ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് വരുന്നതല്ല, ഞാൻ ജസ്റ്റിസ് ഫോർ മിഷേൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ ഞാൻ വേറൊരു കേസ് പറയാം. ഇപ്പോൾ ചോദിച്ചതിനുള്ള മറുപടി പറയാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ഇടയിൽ ഉണ്ടായൊരു സംഭവത്തിൽ ഈ നടിക്കിനെതിരെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ രാത്രി 1:30 SP-യും കമ്മീഷണറും ഉൾപ്പെടെയുള്ള സർവ്വസന്നാഹം പാഞ്ഞെത്തിയ സംവിധായകൻ്റെ വീട്ടിലേക്ക്. ഈ മിഷേലിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് അത് നേരെ തിരിച്ചാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലായിടത്തും ഇരട്ടത്താപ്പാണ്. കാശുള്ളവനൊരു നീതിയും അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനമുള്ളവനൊരു നീതിയും, പാവപ്പെട്ടവനും സ്വാധീനമില്ലാത്തവനും സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നയാൾക്ക് വേറൊരു നീതിയാണ്. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പാണ് ഇവിടെ ഈ സർക്കാർ ഓഫീസുകളിലായി എല്ലാം, ഞാൻ പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിച്ച് പറയുകയല്ല, എല്ലാത്തിലും സംഭവിക്കുന്നത്. ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ പറയും മക്കളുടെ കയ്യിൽ പോലീസുകാരൻ്റെ നമ്പർ എഴുതി കൊടുത്തു വിടും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു എന്നു പറയും. നമ്മുടെ അടുത്ത് എങ്ങനെ വിശ്വസിച്ചിട്ട് പോലീസുകാരൻ്റെ നമ്പർ എഴുതി കൊടുത്തു വിടും? ഏതെങ്കിലും മാതാപിതാക്കൾ ചെയ്യൂ? അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഒരിക്കലും ഇപ്പോൾ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ പോലും എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇപ്പോഴും. അതാണ് ഇതിന് മാറേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു പ്രശ്നം നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും തന്നെ നമ്മൾ കുറച്ച് നാളത്തേക്ക് അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ ഇതാക്കും, നമ്മുടെ പ്രൊഫൈൽ പിക്ചറാക്കും, അല്ലെങ്കിൽ ഒരു കറുത്ത ബാഡ്ജാക്കും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് ഈ പ്രശ്നം തീർന്നു, അതവിടെ നിലയ്ക്കുവാണ്.
രണ്ടാമത് പിന്നെ ഇതുപോലെ പ്രശ്നം ഉണ്ടാവും. ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇപ്പോൾ ഇത് മിഷേൽ എന്ന് പറഞ്ഞ പെൺകുട്ടി അവസാനത്തെ അല്ല. നമ്മൾ ജിഷ വന്നപ്പോൾ പറഞ്ഞു, സൗമ്യ വന്നപ്പോൾ പറഞ്ഞു ഇതാണ് അവസാനത്തെ പെൺകുട്ടി, ഇനി ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടാവില്ല. ഇനി ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഇന്നൊരു മിഷേലാണെങ്കിൽ നാളെ വേറെ മിഷേൽ വരും. അത് നമുക്ക് ഇതിനേക്കാളും ദയനീയമായ ചിത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ തരുന്നത്. അപ്പോൾ ഇതിനു മുമ്പിൽ നമ്മൾ രാഷ്ട്രീയവൽക്കരിച്ച് ഈ പ്രശ്നത്തെ മറക്കാണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാണ്ട് ഇതിനെതിരെ ശക്തമായ നിയമനിർമ്മാണം നടത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതുകൂടാണ്ട് ഈ വരുന്ന ആളുകളെ, ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളെ മാലയിട്ട് സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ നമ്മൾ കഴിഞ്ഞിടെ കണ്ടു. രാഷ്ട്രീയ പാർട്ടികൾ അതിലൊട്ടും മോശമല്ല. അവർക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നതും നമുക്കിപ്പോൾ പറവൂർ കേസുകളിൽ ഉൾപ്പെടെ അറിയാം. ഇവർക്കൊക്കെ രാഷ്ട്രീയപരമായ വലിയ ബന്ധങ്ങളുള്ള ആളുകൾ ഇതിൻ്റെ പുറകിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് യുവാക്കൾക്ക്, അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ മിഷേൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് ആ പെൺകുട്ടിയുടെ പിതാവാണെങ്കിൽ പോലും പറഞ്ഞത് എൻ്റെ മകളുടെ കാര്യം കഴിഞ്ഞാൽ ഞാനിത് മറക്കില്ല. കാരണം ഇനിയാണെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക് ഈ അവസ്ഥ വരരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പെൺകുട്ടി എന്തോരം ബുദ്ധിമുട്ട് അനുഭവിച്ചു. 18 വയസ്സായിട്ട് പഠിക്കാനായിട്ട് കൊച്ചിയിൽ CA കാരിയാവണമെന്നുള്ള മോഹം കൊണ്ട് കൊച്ചിയിലെത്തിയൊരു പെൺകുട്ടി കായലിൽ മരിച്ചു കിടക്കണം. അതിൻ്റെ വീട്ടുകാരെങ്ങനെ സഹിക്കും? ഇത് നമ്മൾ താൽക്കാലികമായിട്ട് ഇതിനെ കണ്ട് അല്ലെങ്കിൽ ഈ വിഷയം ഏറ്റെടുത്ത് നമ്മളിത് മറന്നു പോകരുത്. നാളെ ആണെങ്കിൽ പോലും ഇപ്പോൾ കൊച്ചി പോലുള്ള നഗരത്തിൻ്റെ സ്ത്രീകൾ എപ്പോഴും രാത്രിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡ്യൂട്ടി, ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലത്ത് നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞാൽ ലുലു മാളിലെ ജീവനക്കാർ, അങ്ങനെ എത്രയോ ആൾക്കാർ രാത്രി സഞ്ചരിക്കുന്ന സ്ഥലമാണ് കൊച്ചി. കൊച്ചിയിൽ ഇത് പോരാ. ഈ പോലീസിൻ്റെ സംവിധാനം ഇത് പോരാ. നമുക്ക് ഇപ്പോൾ പിങ്ക് പോലീസ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ, അവർ ഒരു സദാചാരക്കാരുടെ കൂടെ, ഇപ്പോൾ തിരുവനന്തപുരത്തെ സംഭവം നമ്മൾ കണ്ടതാണ്. അവിടെ സദാചാര പോലീസ് കളിക്കുന്ന ഇവിടെ പോലീസാണ്. അപ്പോൾ നമുക്കിതിലൊരു മാറ്റം വരേണ്ടത് ഈ വ്യവസ്ഥിതി മാറി ഇതിനൊരു ശക്തമായി ഈ ഒരു കാര്യത്തിലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ച് നിന്ന് ഈ സ്ത്രീകൾക്കെതിരെയുള്ളോ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് ഒരു ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമാണ്. അതിൽ ഇവർ രാഷ്ട്രീയം കാണരുത്. തീർച്ചയായും. ഇവിടെ ശ്രീ A. റഹീം, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, താങ്കൾ ഭരണകക്ഷിയുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ആറ്റിറ്റ്യൂഡിന് മാറ്റം വേണമെന്ന് നമ്മളെല്ലാവരും പറയും. പൊതുസമൂഹത്തിൻ്റെ മനോഭാവം മാറണം. അതിനേക്കാൾ മുമ്പ് പോലീസിൻ്റെ മനോഭാവം മാറേണ്ടേ? ഇവിടെ സദാചാര പോലീസ് കളിക്കുന്ന പോലീസിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഒരു പെൺകുട്ടിക്ക് ഒരു ആപത്ത് വന്നു എന്ന പരാതി വരുമ്പോൾ എങ്ങനെയാണ് ആ പരാതി പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമാണ്. നമ്മളിപ്പോൾ മിഷേലിൻ്റെ കാര്യം സംസാരിക്കുന്നു. മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് വാളയാറിലെ കാര്യം സംസാരിച്ചു. കൊട്ടിയൂരിൽ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. വയനാട്ടിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആ പരാതിയെ എങ്ങനെയാണ് എടുത്തത് എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ആദിവാസികൾ ആചാരപരമായി 18 വയസ്സാകുന്നതിന് മുൻപ് വിവാഹം കഴിച്ചിട്ടുള്ള ആദിവാസി ചെറുപ്പക്കാരെ പോസ്കോ ചുമത്തി അകത്താക്കുന്നുണ്ട്. 40 വർഷമൊക്കെ തടവ് കിട്ടിയിട്ടുള്ള ആദിവാസി യുവാക്കളുണ്ട്. അത് അവരുടെ ആചാരപ്രകാരം വിവാഹം കഴിച്ചതിനാണ്. ശരി, പോലീസ് നടപടിയെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ നമുക്ക് ആ നിലയ്ക്ക് നോക്കിക്കാണാം. പക്ഷേ അതേ ആവേശം മറ്റൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് സ്വാധീനമുള്ള ആരെങ്കിലും പീഡിപ്പിച്ചാൽ ഉണ്ടാകുന്നില്ല. അതെങ്ങനെയെങ്കിലും മാതാപിതാക്കളെ കൊണ്ട് പറഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോൾ കല്യാണം കഴിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പുറത്തുള്ള സെറ്റിൽമെൻറ്റ് കൊണ്ടോ ഒക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന മനോഭാവം എന്ത് എന്നുള്ളത് അടിയന്തരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഈ മുഴുവൻ സേനയ്ക്കും ഒരു ഓറിയന്റേഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ സർക്കാരിന് നടത്താൻ കഴിയുമെങ്കിൽ അത് നടത്തുകയും ചെയ്യേണ്ടേ? അഭിലാഷേ, പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥയും ഇത് സംബന്ധിച്ചുള്ള അവരുടെ നിലപാടുകൾക്കും വ്യക്തിപരമാണ്. അത് സർക്കാരുമായി ബന്ധപ്പെടുത്തി പറയേണ്ടതില്ല. സർക്കാരിന് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിലപാടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒറ്റ സ്വിച്ചിൽ തീരുന്ന പ്രശ്നമല്ല. കേരളത്തിൽ കുറേ കാലമായി വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള സാമൂഹികമായ മാറ്റങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അത് ദുരുപയോഗമായി മാറുന്നു. അത് ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ എല്ലാം എണ്ണി പറയുന്നില്ല. പലപ്പോഴായി പല വിഷയങ്ങളിൽ പലതും നമ്മളതെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇതിനെയെല്ലാം കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ട ഭരണപരമായ ഉത്തരവാദിത്വം ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോഴെല്ലാം നിർവഹിച്ചുവെന്നും അതിന് സാർത്ഥകമായ തുടർച്ച കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായില്ല എന്നുമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ അതിലേക്ക് ഇനി പഴിചാരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. പക്ഷേ ഇനി സാമൂഹികമായ ഒരു ഇടപെടലാണ് വേണ്ടത്. ഇവിടെ മയക്കുമരുന്നിന് ഇപ്പോൾ കൊച്ചി പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി പറയുന്നുണ്ടല്ലോ. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ കൊച്ചിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മദ്യനിരോധനത്തിന് ശേഷം ആ പ്രവണത കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചെറിയ കുട്ടികളിൽ പോലും മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇന്ന് സജീവമാണ്, വ്യാപകമാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ നിലയിൽ, യുവജന പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ, ശ്രീമതി ലളിത സുഭാഷ് ഉൾപ്പെടെയുള്ള മഹിളാ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെ നമ്മളെല്ലാവരും ചേരുന്ന മാധ്യമങ്ങൾ ഒക്കെ ചേരുന്നൊരു വലിയൊരു ഇടപെടൽ ഈ രംഗത്ത് കേരളം ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഈ വാർത്തകൾ യഥാർത്ഥത്തിൽ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അല്ലാതെ അതിനപ്പുറത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പഴിചാരി സർക്കാരിൻ്റെ മേൽ കുതിര കയറാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അത് തികഞ്ഞ രാഷ്ട്രീയം മാത്രമാണ് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഈ പ്രശ്നങ്ങളെ സാമൂഹ്യ പ്രശ്നമായി കാണണം. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. രാഷ്ട്രീയ പ്രശ്നമായി അത് വിമർശിക്കപ്പെടണം. അത് സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുമ്പോഴാണ്.
സർക്കാരിൻ്റെ ഭാഗത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബോധപൂർവമായ അലംഭാവമോ വീഴ്ചയോ ഉള്ളതായി ഒരാളും ഇതുവരെ ആരോപിച്ചിട്ടില്ല. രണ്ട്, എവിടെയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വീഴ്ചയുണ്ടാക്കിയവർക്കെതിരെ ശക്തമായ നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് സർക്കാരിൻ്റെ നിലപാട്. അതേസമയം സാമൂഹ്യമായൊരു ദുരന്തമായി ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ സാമൂഹ്യമായി ഇതിനെ നേരിടേണ്ടതാണ്. അത് സംബന്ധിച്ച് വളരെ മുളയിലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ വളരെ കുട്ടികളുടെ ഇടയിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസ തലം മുതൽ തന്നെ ഈ മാറി വന്ന സാമൂഹ്യ സാഹചര്യത്തിൽ എങ്ങനെയാണ് നാം നിൽക്കേണ്ടത്, അത് ആൺപെൺ സൗഹൃദങ്ങളിലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വേറൊരു എക്സ്റ്റൻഷൻ ഞാൻ പറയട്ടെ. ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമുണ്ട്. നിരവധി പരാതിയും പോലീസിന് പോയി ഗവൺമെൻറ് അതിൽ നടപടിയും എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 5ാം വയസ്സുകാരിക്ക് 5ാം ക്ലാസ്സുകാരിക്ക് മഞ്ച് വാങ്ങിക്കൊടുത്തിട്ട് അത് ഒരാളുടെ പേഴ്സണലായിട്ടുള്ള സ്വാതന്ത്ര്യമായി വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ പല സാമൂഹ്യ പ്രവർത്തകരായും ആക്ടിവിസ്റ്റുകളായും പലപ്പോഴും പല വേദികളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പലരും ഈ പറയുന്ന മാനസിക വൈകല്യത്തിന് കമന്റിട്ടും പിന്തുണ കൊടുക്കുന്ന കാഴ്ച ഞാനും അഭിലാഷും കണ്ടതല്ലേ, ഇതേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. തീർച്ചയായും അക്കാര്യത്തിലും പോലീസ് നടപടിയെടുക്കണം. പോലീസിൽ അക്കാര്യത്തിൽ നടപടിയെടുക്കാൻ യാതൊരു തടസ്സവുമില്ലല്ലോ. ശ്രീ ജെയ്സൺ ജോസഫ്, ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പോലീസിന്റെ നിഗമനങ്ങളെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിൽ യുക്തിയില്ല താനും. ഇപ്പോൾ അന്വേഷണത്തിൽ വീഴ്ചയുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾ വന്നപ്പോൾ ഉണ്ടായ നടപടികളിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച വന്നു. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലല്ലേ എന്നാണ്. അത് പറയാൻ കഴിയില്ല. കാരണം അത് സംബന്ധിച്ച് ഇപ്പോൾ വളരെ വ്യക്തമായ ഒരു ചിത്രം പറയാതെ അതേക്കുറിച്ച് ഒരു കമൻറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ കഴിഞ്ഞ ഒരു 8 മാസക്കാലമായി കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണം, കുട്ടികൾക്കെതിരായ ആക്രമണം, പൊതുവായ ആക്രമണം, അതിൻ്റെ റേറ്റ് കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം ശ്രീ റഹീം സൂചിപ്പിച്ചു, ഗുണ്ടകൾ സജീവമാകുന്നു. എന്തുകൊണ്ടാണ് ഗുണ്ടകൾ സജീവമാകുന്നത്? ഇപ്പോൾ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേയിൽ കഴിഞ്ഞ ഗവൺമെൻറ് ക്രമസമാധാന രംഗത്ത് ഇന്ത്യയിലെ തന്നെ മെച്ചപ്പെട്ട സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന ഇന്ത്യ സർവേയുടെ റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതി എന്താ? ഇന്ത്യയിൽ പൊതുവെ എടുത്താൽ കേരളം അക്രമങ്ങളുടെയും സ്ത്രീപീഡനങ്ങളുടെയും കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന പുറത്തു വരുന്ന കണക്കുകൾ. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് തിരിച്ചറിവുണ്ട്. ഇവിടെ മുഷ്ടിയുടെ രാഷ്ട്രീയം, കരുത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ പലരും ശ്രമിക്കുന്നു. അപ്പോൾ ഗുണ്ടകളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഗുണ്ടകൾ നടത്തുന്ന തെറ്റായ പ്രവണതകളെയും സംരക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം, തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ആക്രമണം നടത്തിയ ആളുകൾ 13 ആളുകളുടെ പേരിൽ കേസെടുത്തു. ഒരാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് രാഷ്ട്രീയമല്ലല്ലോ. SFIയുടെ കുട്ടികൾ പറയുന്നു, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ കുട്ടിയെ ഞങ്ങളുടെ കൂടെ വന്നയാളെ മർദ്ദിക്കുന്ന ആരാ? അവിടെ 2-3 വർഷം മുമ്പ് പഠിച്ചു പോയ ആളുകൾ നിരന്തരമായി ക്യാമ്പസിൽ അവർ സ്ഥിരമായി വരുന്നു. അവരാണ് ക്യാമ്പസ് നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അപ്പോൾ കുഴപ്പമുണ്ടായാൽ അത് കോൺഗ്രസ് ആകട്ടെ, മാർക്സിസ്റ്റ് ആകട്ടെ, BJP ആകട്ടെ, ആര് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും അവർക്കെതിരായ നടപടി സ്വീകരിക്കുമെന്ന തോന്നൽ ഉണ്ടായാൽ ക്രിമിനലുകളുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കും. അങ്ങനെ മാത്രമേ നാട്ടിൽ സമാധാനം ഉണ്ടാവൂ. അതിലേക്ക് വരാൻ ഈ ഗവൺമെന്റ് കഴിയുമോ? ശരി, അതിനുകൂടി മറുപടി ശ്രീ എ റഹീം. കുറ്റകൃത്യങ്ങളുടെ റേറ്റ് സംസ്ഥാനത്ത് ഉയരുന്നത് അത് ഭരണകൂടം ഇങ്ങനെ അയഞ്ഞ സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടും സ്വന്തക്കാർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നത് കൊണ്ടാണെന്നുമാണ് ആരോപണം. ആ ആരോപണം രാഷ്ട്രീയമാണ്. അതിന് താങ്കൾക്ക് മറുപടി പറയാം. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയവുമായി. 8 മാസത്തിനിടയിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം കൂടി എന്നുള്ളത് പച്ചക്കള്ളമാണ്. 2, ഗുണ്ടാ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അഭിലാഷേ, കോട്ടയത്ത് ഇതേ കോൺഗ്രസ്സുകാർ കയ്യില്ലാത്ത ഒരു പാവപ്പെട്ട SFIയുടെ നേതാവിനെ മറുകൈ കൂടി വെട്ടിയെടുത്തു. SFIയുടെ ജില്ലാ പ്രസിഡന്റ് വെട്ടി. ആരാ വെട്ടിയത്? ഏതെങ്കിലും KSU SFI സംഘർഷത്തിനിടയിൽ സംഭവിച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അതൊക്കെ സ്വാഭാവികമായി ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാവും. ഇതല്ല. കേരളത്തിലെ നൊട്ടോറിയസ് ക്രിമിനൽ, ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ, ആ ക്രിമിനലിന്റെ നേതൃത്വത്തിൽ ഗുണ്ടാ സംഘത്തെ പറഞ്ഞയച്ച് വെട്ടിയിട്ട് ആ ചോരപ്പാട് അവിടെ മാറിയിട്ടില്ല. അപ്പോഴാണ് വന്നിരുന്നിട്ട് ഞങ്ങളുടെ മേൽ ഇതെല്ലാം ആരോപിക്കുന്നത്. ഗുണ്ടാപ്പണിയൊക്കെ ആർക്കാന്ന് കേരളത്തിൽ നന്നായിട്ട് അറിയാൻ കേട്ടോ. അതാ കോട്ടയത്ത് കണ്ടത്. പിന്നെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും കുറ്റകൃത്യം കാണിച്ചാൽ, ഞാൻ ഈ ചർച്ചയിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, യൂത്ത് കോൺഗ്രസിന്റെ കാട്ടാക്കട ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഒരു അഗതി മന്ദിരത്തിലെ അനാഥ പെൺകുട്ടിയെ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ 90 ദിവസം ജയിലിൽ കിടന്നാണ് സാറേ. ഒരു നടപടി എടുത്തില്ലല്ലോ നിങ്ങൾ ഇതുവരെ. കാട്ടാക്കട പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു പോസ്റ്റർ എഴുതി ഒട്ടിച്ചോ നിങ്ങൾ അയാൾക്കെതിരെ നടപടി എടുത്തുന്ന്? എന്തേ എടുത്തില്ല? പിന്നെ രാധയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ എത്ര സംഭവങ്ങൾ.
പൊതുവേദിയിൽ നിങ്ങളുടെ ജനപ്രതിനിധികളെ കാരണം അറിയപ്പെടുന്ന സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.